മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ധാരാളമായിട്ട് നാടൻ വിഭവങ്ങളും പിന്നെന്താ ചൈനീസും സ്വീറ്റ്സും ഒക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. എങ്കിലും വ്യത്യസ്തമായ വിഭവങ്ങൾ വീണ്ടും വീണ്ടും പരീക്ഷിക്കാനായിട്ട് എപ്പോഴും വീട്ടമ്മമാർക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യാത്ത കുറേ കാര്യങ്ങളൊക്കെ പല വീട്ടമ്മമാർക്കും അറിയാം. എങ്കിലും ഒരുപാട് കാര്യങ്ങൾ അറിയില്ലായിരിക്കാം. എന്നാലും കുറേശ്ശെയായിട്ട് നമ്മൾ കോണ്ടിനെൻ്റൽ വിഭവങ്ങളും ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അത്തരമൊരു കോണ്ടിനെൻ്റൽ ഐറ്റമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഷെപ്പേർഡ്സ് പൈ. അപ്പോൾ ഷെപ്പേർഡ്സ് പൊട്ടറ്റോ രൂപത്തിൽ ആക്കിയെടുക്കണം. ഉടച്ച ഉരുളക്കിഴങ്ങാണ് മാഷ്ഡ് പൊട്ടറ്റോ. അപ്പോൾ നമുക്ക് ചുവട് കെട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. ഇതിലേക്ക് എണ്ണ, ഇത് വെളിച്ചെണ്ണയും മറ്റു കാര്യങ്ങളും ഒന്നും വേണ്ട. സാലഡ് ഓയിൽ, പിന്നെന്താ സലാഡ് ഓയിൽ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഒലിവ് ഓയിലാകാം. അങ്ങനെ എന്തെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണ, ആരോഗ്യത്തിന് വളരെ നല്ലൊരു മണം വരും. അതൊന്ന് ആദ്യം ഒരു ചെറിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും, അത് സാരമില്ല. അതിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വരുന്നത്. എന്തായാലും ഇതിങ്ങനെ മൂത്ത് ഒരു മണം വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സവാള, 2 ഇടത്തരം സവാള ചെറുതായി അരിഞ്ഞത് അതുകൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും അതിനകത്തേക്ക് ചേർത്തൊന്ന് വഴറ്റും. അപ്പോൾ വെളുത്തുള്ളിയുടെ നിറം ബ്രൗൺ ആകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിരിക്കുന്ന മിൻസ് എന്ന് പറയുമ്പോൾ ഇത് മട്ടനാണ്, ആട്ടിറച്ചി കൊത്തിയതാണ്, 1/2 കിലോ. അതും കൂടി ചേർക്കും. ഇപ്പം നല്ല മണമാണ്. ഈ മണം എന്ന് പറഞ്ഞാൽ ശരിക്കും സവാള, പാകത്തിനുള്ള ഉപ്പ്, ഈ 3 കാര്യങ്ങളും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്യും. ഇങ്ങനെ ഇളക്കി ഫ്രൈ. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ കുരുമുളകിൻ്റെയും മുളക് പൊടിയുടെ ഒക്കെ പച്ചച്ചുവ മാറി നല്ല മണം വരും. അപ്പോൾ ഇതിങ്ങനെ ഇറച്ചിയിലിങ്ങനെ പിടിച്ച് വരുന്നൊരു മണം കണ്ടല്ലോ. എണ്ണ മാത്രമേ ഉള്ളൂ, വെള്ളമൊക്കെ വറ്റി. ഇനി നമ്മൾ സോസ് ഐറ്റംസ് ചേർക്കാൻ പോകണം. ഊസ്റ്റർഷയർ സോസ് എന്ന് പറഞ്ഞൊരു സോസ് ഉണ്ട്, W വെച്ചാണ് ആ പേര് തുടങ്ങുന്നത്, ഊസ്റ്റർഷയർ സോസ്. അതൊരു 2 വലിയ സ്പൂൺ. ഇതൊരല്പം സ്വീറ്റാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു പുളിയും ചെറിയൊരു മധുരവും ഒക്കെ ചേർന്ന് വരുന്ന ഒരു സോസാണ് ഊസ്റ്റർഷയർ സോസ്. പല രീതിയിൽ ആൾക്കാർ പ്രൊനൗൺസ് ചെയ്യും, പല രീതിയിലാണ് അത് പറയുന്നത്. അത് നന്നായിട്ട് അപ്പോൾ ചൂടോടുകൂടി തന്നെ നമ്മൾ ഉടയ്ക്കണം, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ വേവിച്ച് ഉടച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും നന്നാവില്ല. അപ്പോൾ നമ്മൾ മീറ്റ് ഫില്ലിങ് തയ്യാറാക്കുന്നതിൻ്റെ അവസാന സ്റ്റേജ് എത്തുമ്പോൾ തന്നെ ഉരുളക്കിഴങ്ങ് വേകാനായിട്ട് ഇടുക. ആ ചൂടോടുകൂടി തന്നെ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുക്കണം, എന്നാലേ നമ്മൾ ആ വിചാരിക്കുന്ന ടെക്സ്ചറിൽ മാഷ്ഡ് പൊട്ടറ്റോ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളം ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മളുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നല്ല പെട്ടെന്ന് നമുക്ക് മാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പാകത്തിലേക്ക് വെന്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റും. അപ്പോൾ വെള്ളം കംപ്ലീറ്റ് ഇതിൽ നിന്നും മാറുന്ന രീതിയിൽ നമ്മൾ ഊറ്റി മാറ്റും. എന്നിട്ട് ചൂടോടുകൂടി തന്നെ മാഷ് ചെയ്യണം. പാൽ, ഒരു 1/2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, കുറേശ്ശെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മാഷ് ചെയ്യുക. നന്നായിട്ടിങ്ങനെ തേച്ച് ക്രീമിയാക്കുക. ഫ്ലഫി, നല്ല എന്താ പറയുക, പൊതച്ചെടുക്കുന്ന പോലെ. അപ്പോൾ പാൽ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യാം. അപ്പം നല്ലൊരു ബോർഡർ പോലെ ഇങ്ങനെ ഒരു 45 മിനിറ്റ് സമയമെടുത്തു. അപ്പോൾ നന്നായിട്ട് മോൾ ഭാഗമൊക്കെ ശരിക്കും ചെറിയൊരു ഗോൾഡൻ കളറായി. അടിഭാഗത്തു നിന്ന് നല്ലതായിട്ട് ബബിൾ ചെയ്ത് നമ്മളുടെ മീറ്റ് മിക്സ്ചർ ഇങ്ങനെ നന്നായിട്ട് അതിനകത്ത് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് വേറെ ഒന്നും ചെയ്യാനില്ല, ഇത് നേരെ എങ്ങനെയാണ് മേശപ്പുറത്തുകൊണ്ട് വയ്ക്കുക. ചൂടോടൊരു പുതുവത്സരമാണ്, നമ്മളെല്ലാവരും തന്നെ ഒരു ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഈ 2015 എല്ലാവർക്കും തന്നെ നന്മകൾ കൊണ്ട് നിറയട്ടെ. നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.